السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. يا رب صل على من نل بالرم طه الرسول الذي قد غص بالكرم. ബഹുമാനവും ആദരവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട നൂറെ മദീന അതിന്റെ മുഹിബ്ബീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും വേണ്ടപ്പെട്ടവർക്കും നമ്മുടെ ഈ ക്ലാസ് കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ റമളാൻ അവസാനത്തെ വെള്ളിയാഴ്ചയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുവരെ ഞങ്ങൾ നിസ്കരിച്ച നിസ്കാരം, നോറ്റ് നോമ്പ്, മറ്റുള്ള സ്വാലിയായ സൽക്കർമ്മങ്ങൾ, ദിക്ർ അല്ലാഹ് നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റഹ്മാനെ, സ്വീകരിക്കണേ റഹ്മാനെ. റമളാൻ ഗുണമായി സാക്ഷി നൽകുന്ന കൂട്ടത്തിൽ പെടുത്തണേ അല്ലാഹ് ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നമ്മളെല്ലാവരും പരിശുദ്ധമാകപ്പെട്ട അവസാനത്തെ വെള്ളിയാഴ്ച, റമളാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച, പരിശുദ്ധ റമളാൻ നമ്മളിൽ നിന്ന് സലാം പറഞ്ഞ് വിട പറഞ്ഞു. ഇന്നത്തെ ഖുതുബയിൽ ഒരുപാട് കാലം മുഅ്മിനീങ്ങളായ മനുഷ്യന്മാർ, അതിന്റെ ഒന്ന് അർത്ഥമൊന്ന് ചിന്തിച്ചാൽ പൊട്ടി കരയും. പഴയ കാലത്തെ ആളുകൾ, സലഫു സ്വാലിഹീങ്ങൾ, അവസാനത്തെ ഖുതുബ കേൾക്കാൻ വേണ്ടി അവരവർക്കുള്ളതായ ജുമാഅത്ത് പള്ളിയിൽ വേറെ ഏടും പോവില്ല, അവരവരെ ജമാഅത്തിലുള്ള അവസാനത്തെ ഖുതുബ കേൾക്കാൻ പോകും. അത് വല്ലാത്തൊരു ഖുതുബയാണ്. ഏതാ ഒരു ഉസ്താദ് കഴിഞ്ഞ വർഷം ഖുതുബയിൽ സലാം പറയാത്തതിന്റെ പേരിൽ ആ നാട്ടുകാർ കുഴപ്പമുണ്ടാക്കി. കാരണം ഞങ്ങൾക്ക് അവസാനത്തെ ഒരു ഖുതുബയുള്ള സലാം കേൾക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. ആ സലാം കേൾക്കുമ്പോൾ തന്നെ പൊട്ടി കരയുകയും ഉണ്ടായിരുന്നു. അത് വല്ലാത്ത ഖൽബിലേക്ക് തറക്കുകയായിരുന്നു. السلام عليك يا شهر رمضان، السلام عليك يا شهر الرحمة والرضوان، السلام عليك يا شهر العفو والغفران، السلام عليك يا شهر البركة والإحسان، السلام عليك يا شهر النور والمصابيح، السلام عليك يا شهر السرور والتراويح. ഇതാണ് സലാം പറഞ്ഞ് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു. ഇത് എന്റെ അവസാനത്തെ റമളാനാണോ? റമളാന് പോകും, റമളാന് വരും, അതല്ല പ്രശ്നം. ഇന്നത്തെ ഖുതുബയിൽ നമ്മൾ കേട്ട ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചതിലും രാത്രിയും പകലും മാറി വരുന്നതിൽ ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക്, ചിന്തിക്കുന്ന മനുഷ്യന്മാർക്ക്, ചിന്തിക്കുന്ന മനുഷ്യന്മാർക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. റമളാൻ എത്ര പെട്ടെന്നാണ് പോയത്! റമളാൻ എത്ര പെട്ടെന്നാണ് നമ്മളിൽ നിന്ന് വിട പറഞ്ഞ് സലാം പറഞ്ഞു പോയി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവസാന കാലഘട്ടമാണ്, ദജ്ജാലിന്റെ കാലഘട്ടമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ കേട്ടുവല്ലോ. അള്ളാഹുവിന്റെ റഹ്മത്ത്, അള്ളാഹുവിന്റെ കാരുണ്യം ഓരോ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നും എടുത്തു കളഞ്ഞു. ഇന്ന് ആർക്കും കിർഫയില്ല, പരസ്പരം സ്നേഹമില്ല, പരസ്പരം കൊല്ലുന്ന ആള് എന്തിനാണ് കൊന്നത് എന്നറിയില്ല, കൊല്ലപ്പെട്ടവനും അറിയില്ല. കിർഫ എന്നുള്ളതില്ല. ദജ്ജാലിന്റെ കാലമാകുമ്പോൾ, ദജ്ജാൽ വരാൻ അടുക്കുമ്പോൾ ഓരോ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നും കരുണയെ അല്ലാഹു എടുത്തു കളയും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ.
നമ്മൾ നന്നാവണം. പരിശുദ്ധ റമളാൻ നമ്മളിൽ നിന്ന് വിട പറഞ്ഞ് അതാ 5 വക്ത നിസ്കാരം ജമാഅത്തിൽ ഏത് ക്രമത്തിലാണോ ഞങ്ങൾ എത്തിച്ചേരുന്നത്, ഒരു മനുഷ്യന്റെ റമളാൻ സ്വീകരിച്ചിട്ടുണ്ടോ, അവന്റെ തറാവി നിസ്കാരം സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് അറിയുന്നത് അവന്റെ ഹൃദയത്തിലേക്ക് നല്ല ചൈതന്യമുണ്ടായിട്ടുണ്ടോ എന്ന് അറിയുന്നത് പരിശുദ്ധ റമളാൻ കഴിഞ്ഞതിന് ശേഷമാണ്. അവൻ ഒരു ജമാഅത്തും ഒഴിവാക്കുന്നില്ല. സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അതുകൊണ്ട് അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖൂദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്. പരിവാകം മുഅ്മിനീങ്ങൾ അവർ അല്ലാഹനെ ഓർക്കുന്നവരാണ്. ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി ഇമാം പറഞ്ഞു, മൻ ദകറല്ലാഹ ഖലസ. ഒരാൾക്ക് അല്ലാഹുവിന്റെ ഓർമ്മ വന്നാൽ, അല്ലാഹുവിന്റെ ചിന്ത വന്നാൽ അവൻ രക്ഷപ്പെട്ടു. നമ്മൾ സുബഹി സമയത്ത് ആകാശത്തിലേക്ക് നോക്കാറില്ലേ? ആകാശത്തിലേക്ക് നോക്കിയിട്ട് എത്ര അത്ഭുതങ്ങളാണ്. ആകാശത്തിലേക്ക് നോക്കുമ്പോൾ പറയലാണെന്ത്, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. ഇതൊന്നും വെറുതെ അല്ല അല്ലാഹു തആല പഠിച്ചത്. ഇതിന്റെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്, അല്ലാഹു തആല പഠിച്ചിട്ടുണ്ട്. നമ്മൾ ജലാൽ പറയും, സുബഹി കഴിഞ്ഞിട്ട് പൂച്ചനെ കണ്ടാൽ ഈ എഴുതെങ്ങിന്റെ കൊബ നോക്കണം, ഈ നോക്കണമെന്നല്ല അങ്ങനെ പറയാറുണ്ട്. മേൽഭാഗത്തിലേക്ക് നോക്കുമ്പോൾ ആകാശത്തിലേക്ക് നോക്കൽ പറയൽ നല്ലതാണ്. ഈ ഒരു ആയത്ത്, ഈ ഒരു ദിക്ർ മുഅ്മിനീങ്ങൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖാദിമായ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിൽ ഒരു മനോഹരമായ ഒരു കൊട്ടാരം കണ്ടു, അലങ്കരിക്കപ്പെട്ടതായ നിലക്ക്. മുത്തുനബി പറയുകയാണ്, ഞാൻ ജിബ്രീലിനോട് ചോദിച്ചു, ഇത് ആർക്കാണ് ഈ കൊട്ടാരമുള്ളത്? അപ്പോൾ മുത്തുനബി തങ്ങളോട് ജിബ്രീൽ പറഞ്ഞത്, ദേശം വരുമ്പോൾ പിടിച്ചു നിർത്തുന്നവരാണ് 1. 2, ജനങ്ങൾ ഇങ്ങോട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടാക്കിയാൽ അങ്ങോട്ട് പൊരുത്തപ്പെട്ടു കൊടുക്കുന്നവരാണ്. മാഫ് ചെയ്തു കൊടുക്കുക, പൊരുത്തപ്പെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വെള്ളിയാഴ്ച പെരുന്നാൾ ദിവസം നമ്മൾ പരസ്പരം അങ്ങോട്ട് മുസാഫത്ത് ചെയ്ത് കൈപിടിച്ച് എല്ലാവർക്കും പൊരുത്തപ്പെട്ടു കൊടുക്കണം. ആരും ബാക്കിയാവുമെന്ന് പറയാൻ വേണ്ടി പറ്റൂല. അതാണ് കവി പറഞ്ഞത്, ഓരോ മനുഷ്യന്റെ ഹൃദയത്തിന്റെ മുട്ട് അവനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, ഓ മനുഷ്യ, ചില നിമിഷങ്ങളും സെക്കൻഡുകളും മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ നന്നാവണം. അല്ലാഹു തആല നമ്മളെ നന്നാക്കി തരട്ടെ. പരിശുദ്ധ റമളാനിൽ അല്ലാഹുവിനോട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അല്ലാഹ് ചിലപ്പോൾ തന്നിട്ടുണ്ടാവും. ഒരാൾ ദുആ ചെയ്താൽ 3 കാര്യമുണ്ടാവും. ഒന്നിരിക്കൽ അവനിക്ക് ദുനിയാവിൽ കൊടുക്കും. രണ്ടാമത്, നിനക്ക് ദുനിയാവിൽ ഒന്നും അല്ലാഹു നൽകിയില്ലെങ്കിലും ഇതെല്ലാം ആഖിറത്തിൽ അല്ലാഹു തആല ഒരുക്കി വെക്കും. മൂന്നാമത്തത്, അവൻ ചോദിച്ച എല്ലാ ചോദ്യത്തിന്റെ കാരണം കൊണ്ട് അല്ലാഹു തആല അവനിക്കെല്ലാം പുറത്തു കൊടുക്കും. അപ്പോൾ ദുനിയാവിൽ നിനക്ക് കിട്ടി, പക്ഷേ ആഖിറത്തിൽ ഇങ്ങനെ കൊടുക്കുന്ന അവസരത്തിൽ അവൻ വിചാരിച്ചു പോകും, അല്ലാഹ് എനിക്ക് ദുനിയാവിൽ തന്നില്ലെങ്കിൽ എത്ര നന്നായിരുന്നു. ഓരോ മനുഷ്യന്മാർക്കും അവർക്കുള്ള അല്ലാഹുവിനോട് ചോദിച്ച ചോദ്യത്തിന് ആഖിറത്തിൽ ഒരുപാട് കാര്യം നൽകുമ്പോൾ അപ്പോഴാണ് ഓരോ മനുഷ്യൻ ഖേദിക്കുകയാണ്. അല്ലാഹുവിനോട് ചോദിക്കാം, അല്ലാഹുവിനോട് ധാരാളം ചോദിക്കാം. അല്ലാഹു ഒരിക്കലും ഖായിബായി മടക്കി കളയുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ നന്നാവണം. അല്ലാഹു തആല നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. ഒരുപാട് മുഅ്മിനീങ്ങൾ, ഒരുപാട് മുഅ്മിനാത്തുകൾ, സഹോദര സഹോദരിമാർ പരിശുദ്ധ റമളാനിൽ മുടങ്ങാതെ ക്ലാസ് കേട്ടവരുണ്ട്, പ്രിയപ്പെട്ടവരിലേക്ക് എത്തിച്ചു കൊടുത്തവരുണ്ട്. എല്ലാവർക്കും അല്ലാഹ് ഇരുലോക വിജയം നൽകണേ റഹ്മാനെ, സലാമത്ത് നൽകണേ അല്ലാഹ്.
പരിശുദ്ധ റമളാൻ ഗുണമായി സാക്ഷി കേൾക്കുന്ന കൂട്ടത്തിൽ പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ നന്നാക്കണേ റഹ്മാനെ, ഞങ്ങളെ മക്കളെ നന്നാക്കണേ റഹ്മാനെ. മരിച്ചവരെ വേദനിപ്പിക്കുന്ന മക്കളാക്കല്ല അല്ലാഹ്. ഞങ്ങൾ മരിച്ചാൽ ഞങ്ങളുടെ മേൽ പരിശുദ്ധ ഖുർആൻ യാസീൻ ഓതുന്ന തഹ്ലീൽ പറയുന്ന ദിക്ർ ചൊല്ലുന്ന മക്കളാക്കണേ റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.